أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. ഏറ്റവും ആദരവും സ്നേഹം നിറഞ്ഞ വിധികർത്താക്കന്മാരെ, അതേപോലെ എനിക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഇൽമിൻ ബഹറായ ഉസ്താദ് അവറുകളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകമെമ്പാടും പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രവാചകരുടെ ജന്മദിനം ആസ്വദിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്നു. ആ റബ്ബിനെ ആദ്യമായി സ്തുതിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് ജീവിക്കുമ്പോൾ ഈ ഭൂലോകത്ത് അല്ലാഹു തആല നമ്മെ എന്തിനാണ് പറഞ്ഞയച്ചത്? എന്നെയും നിങ്ങളെയും പടച്ച തമ്പുരാൻ ഈ ലോകത്തിലേക്ക് എന്തിനയച്ചു? ഞാനും നിങ്ങളും ഇവിടെ വന്നത് സ്വകാര്യമായ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സമ്പത്തുണ്ടാക്കി കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കി വെച്ച് ഇവിടെ വലിയ ഫ്ലാറ്റുകൾ നിർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹീറോന്മാരായി അവസാനം മരിച്ചു പോകാൻ വേണ്ടിയല്ല. ഞാൻ ഈ ലോകത്ത് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് നാളെ ഞാൻ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും അങ്ങോട്ടുള്ള ജീവിതമാകുന്ന മഹ്ശറയിലും അതുപോലെ സ്വർഗത്തിലും എത്താൻ എന്നെ കൊണ്ട് ഈ ഭൂലോകത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അല്ലാഹു നമ്മെ ഈ ദുനിയാവിൽ അയച്ചതും അതിന് തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നിസ്കരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ഒരൊറ്റൊരു ഹറാമായ പ്രവർത്തനത്തിലേക്കും ഇടപെടൂല്ല. പക്ഷേ ഞാനും നിങ്ങൾ ഇന്ന് നിസ്കരിക്കുന്നുണ്ട്. നമ്മുടെ നിസ്കാരമാകുന്നുണ്ടോ? ഞാൻ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാറുണ്ടല്ലോ. നമ്മളുടെ ബിസിനസ്സുകളും നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ പല വിഷയങ്ങളും ആ നിസ്കാരത്തിലല്ലേ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓ മുഅ്മിനീങ്ങളെ, ഇഖ്ലാസ് ഇല്ലാത്ത നിസ്കാരം കൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാമെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? തീർച്ചയായും നിസ്കരിക്കാത്ത ചിലരുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെടാൻ പോലും അവർക്ക് താല്പര്യമില്ല. നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പള്ളിയുടെ പുറത്തിരുന്നു കൊണ്ട് കരയുകയാണ്. വല്ലാത്ത കരച്ചിലാണ്. തങ്ങൾ ചോദിച്ചു, കാരുണ്യത്തിന്റെ നേതാവാണല്ലോ. തങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യ, നീ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഹബീബായ തങ്ങളെ, എന്റെ ബാപ്പ മരിച്ചിരിക്കുകയാണ്. ബാപ്പയെ കുളിപ്പിക്കാൻ അവിടെ ജനങ്ങളില്ല. ബാപ്പയ്ക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ജനങ്ങളില്ല. ആ സമയത്ത് ഹബീബായ തങ്ങൾ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും പറഞ്ഞയച്ചു. അവരങ്ങ് പോയി അതേ സ്പീഡിൽ ഓടി വന്നു പറയുകയാണ്, ഓ ഹബീബായ തങ്ങളെ, ആ മനുഷ്യനെ കാണുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം നാക്കാല് മൃഗത്തെ പോലെയായിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ വല്ലാത്ത പേടിയാണ് ഹബീബായ തങ്ങളെ. എന്താണ് ആ മനുഷ്യന്റെ മുഖം? ഒരു ഖിൻസീറിന്റെ മുഖമായി മാറിയിരിക്കുകയാണ്. കാരണം എന്തേ? അവസാനം അദ്ദേഹത്തെ ഖബറടക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, അല്ല മനുഷ്യ, നിന്റെ ബാപ്പ ഇത്രയും വലിയ ദോഷം എന്താണ് ചെയ്തത്? അദ്ദേഹം പറയുന്നു, ഹബീബായ തങ്ങളെ, ബാപ്പ വേറൊന്നും പക്ഷേ ബാപ്പ താരിഖ് സ്വലാത്താണ്, നിസ്കരിക്കാത്ത ആളാണ്. ഇത് കണ്ടപ്പോൾ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുന്നു, കണ്ടില്ലേ സ്വഹാബ, നിസ്കരിക്കാത്തവൻക്കുള്ള ശിക്ഷ എന്താണെന്ന്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ചെറിയ ആയുസ് കൊണ്ട് ഒരൊറ്റൊരു നിസ്കാരം ഖളാക്കാതെ റബ്ബിനെ ഭയപ്പെട്ട് നിസ്കരിക്കാൻ പരിശ്രമിക്കണേ.
അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിന് വിട. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധന്യവാദങ്ങൾ.